തേനീച്ചക്കൂടിനെ നമ്മൾ ബി ഹൈവ് എന്നാ പറയാ. ഒരു ബി ഹൈവിൽ 3 ടൈപ്സ് ബീസ് ഉണ്ടാവാം. മെയിൽ ബീസ് ഉണ്ടാവും, ഫീമെയിൽ ബീസ് ഉണ്ടാവും, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വീൻ ഉണ്ടാവും. ഈ മെയിൽ ബീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേനീച്ചക്കൂട്ടിലെ പടിയന്മാരെന്ന് അവർ പറയുന്നത്. ഇവരുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീമെയിൽ ബീസ് കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന തേനും പൂമ്പൊടിയും ഒക്കെ കഴിച്ചു തീർക്കലും പിന്നെ റാണിയുമായിട്ട് മേറ്റ് ചെയ്യലും, മേറ്റ് ചെയ്യുന്നതോടുകൂടി ചത്തുപോവാണ് മെയിൽ ബീസ്. ഫീമെയിൽ ബീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കർ ബീസ് എന്ന് അറിയപ്പെടുന്നത്. ഇവരാണ് ഒരു തേനീച്ചക്കൂട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നത്. കൂടുണ്ടാക്കുന്നത്, കൂടിനെ സംരക്ഷിക്കുന്നത്, റാണിയെ സംരക്ഷിക്കുന്നത്, പിന്നെ ഹണി കളക്ട് ചെയ്തുകൊണ്ട് നറുകളെ സൂക്ഷിക്കുന്നത്, പിന്നെ ഈ റാണിയെ സെലക്ട് ചെയ്തെടുക്കുന്നത് ഈ ഫീമെയിൽ ബീസ് ആണ്. ഇവരെങ്ങനെയാണ് ഇവരെ റാണിയെ സെലക്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫീമെയിൽ ബീസിൽ തന്നെ പ്രായം കുറഞ്ഞ ബീസ്, അതായത് 6 മുതൽ 15 ദിവസം മാത്രം പ്രായമുള്ള അവരുടെ തലയിൽ കൊമ്പുകളുണ്ട്. അത് രണ്ടും അവര് ഗ്രന്ഥികളാണ്. ഹൈപ്പോപരീച്ചിയൻ ഗ്രന്ഥിയും മാൻഡിബുലാർ എന്ന് പറഞ്ഞ ഗ്രന്ഥിയും. ഈ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന 2 സ്രവങ്ങൾ ദ്രാവക രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അതിന് പറയുന്ന പേര് റോയൽ ജെല്ലി എന്നാണ്. ആ റോയൽ ജെല്ലി അവർ ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ല് നോക്കി സെലക്ട് ചെയ്ത് ആ റോയൽ ജെല്ലി അവർ അതിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആ സെല്ലിൽ ഓൾറെഡി ഒരു തേനീച്ചയുടെ മുട്ട ഇതിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ പുഴു എന്നിട്ട് ആ റോയൽ ജെല്ലി ഫീഡ് ചെയ്ത് ഒരു ലാർവ സ്റ്റേജ് വന്ന് പിന്നീട് അതൊരു പ്യൂപ്പ സ്റ്റേജിലേക്ക് മാറി പിന്നീട് കുറച്ച് ദിവസം സമാധി സ്റ്റേജിൽ കിടന്ന് തേനും വെള്ളവും പൂമ്പൊടിയൊക്കെ കഴിച്ച് ഒരു 16 ദിവസത്തിനുള്ളിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്വീൻ ആയിട്ട് മാറി വരാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടായി വരുന്ന അത്രയ്ക്ക് സ്ട്രോങ് ഉള്ളതല്ലാന്നുണ്ടെങ്കിൽ, അതായത് വരട്ടെ 2000 എഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ആ കപ്പാസിറ്റി അതിനില്ല എന്ന് ഈ ഫീമെയിൽ ബീസിന് തോന്നുകയാണെങ്കിൽ ഈ ഫീമെയിൽ ബീസ് തന്നെ ഈ ക്വീനെ കൊന്നു കളഞ്ഞിട്ട്